ഹായ്, നിങ്ങൾക്ക് ക്രോണിക് ആയിട്ട് നെഞ്ചെരിച്ചിൽ, പുളിച്ചു തികട്ടി വരിക, ഹെഡ് ഏക്സ്, എസ്പെഷ്യലി മൈഗ്രെയിൻ അറ്റാക്സ് ഒക്കെ ക്രോണിക് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആയുർവേദിക് കോൺസെപ്റ്റ്സിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇതിനെ ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് എന്തൊക്കെ ഡയറ്റാണ്, എന്തൊക്കെ ഡയറ്ററി ഹാബിറ്റ്സ് ആണ്, എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ആണ്, അതുപോലെ തന്നെ എന്തൊക്കെ ഇമോഷണൽ ഫാക്ടേഴ്സ് ആണ് ഇതിനെ ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ് നമുക്ക് പോസിറ്റീവ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ട്രിഗേഴ്സ് മനസ്സിലായാൽ മാത്രമല്ലേ അത് ചേഞ്ച് ചെയ്യാനും അതിൻ്റെ റൂട്ട് കോസസ് ചേഞ്ച് ചെയ്ത് ഡിസീസിനെ അഡ്രസ്സ് ചെയ്യാനും സാധിക്കുള്ളൂ. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേയ്സ് വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റൈൽ വേദ. സോ കോസിറ്റീവ് ഫാക്ടേഴ്സിൽ ആയുർവേദിക് വേയിൽ പറയുമ്പോൾ ഇതിനകത്ത് വാത വിഷ്യേറ്റിംഗ് ഫാക്ടേഴ്സും പിത്ത വിഷ്യേറ്റിംഗ് ഫാക്ടേഴ്സുമാണ് മേജർ റോൾ പ്ലേ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായി നിങ്ങൾക്കിത് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്സ് ഓർ വേർഡ്സ് അല്ല. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ടു യു. വാത പിത്ത കഫ എന്ന് പറയുന്നത് ആയുർവേദിക്കലി ഒരു മേ ബി നമുക്കൊരു ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് വേണമെങ്കിൽ എടുക്കാം. മോഡേൺ ടെർമിനോളജീസിൽ ആക്ച്വലി ആയുർവേദിക് ടെർമിനോളജീസ് മോഡേണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട് ടു എക്സ്പ്ലെയിൻ ഇറ്റ്, ബട്ട് ഐ വിൽ ട്രൈ. ഓക്കെ, അപ്പോൾ വാത വിഷ്യേറ്റിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വാത എന്താണെന്ന് ഞാൻ ജസ്റ്റ് ബ്രീഫ്ലി പറയാം. വാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിലി മൂവ്മെൻറ്റ്സ്, നമ്മുടെ സർക്കുലേഷൻ, നമ്മുടെ സർക്കാഡിയൻ റിത്തം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫങ്ഷണൽ എൻറ്റിറ്റീസിനെയാണ് വാത എന്ന് പറയുന്നത്. പിത്തനെ കൺസിഡർ ചെയ്യുന്ന നമ്മുടെ ഡൈജഷൻ, മെറ്റബോളിസം, അബ്സോർപ്ഷൻ അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സാണ് പിത്തയിൽ വരുന്നത്. ഓക്കെ, ഞാൻ ബാക്കി പറയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി ക്ലിയർ ആവും. ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് എന്താണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്താ പറയാം. സോ ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ ഗേർഡ് പോലെയുള്ള കണ്ടീഷൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേജർ വാത വിഷ്യേറ്റിംഗ് ഫാക്ടേഴ്സ് നമുക്ക് ഫസ്റ്റ് നോക്കാം. പ്രാക്ടിക്കലായിട്ട് ഇതിപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഫോളോ ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സ് ആണ്. ഒന്ന്, പ്രോബബ്ലി ഡിലേയിങ് മീൽസ്. അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കാണ്ട് നിങ്ങൾ വയറ് വിശന്നിരുന്ന് ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ക്രോണിക് ആയിട്ട് നിൽക്കുന്ന കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിലും വാത ട്രിഗർ ആകും, വിഷ്യേറ്റഡ് ആവും. അതുപോലെ തന്നെ ഉള്ള അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആങ്സൈറ്റി, ഫിയർ പോലെയുള്ള ഇമോഷൻസ് വാതേനെ ട്രിഗർ ആക്കും. ഇത് കൂടാതെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നിങ്ങൾ ലേറ്റ് നൈറ്റ് അവേക്കനിങ് ചെയ്യുക. അതായത് രാത്രി 12 മണി 1 മണിയൊക്കെ വരെ എഴുന്നേറ്റിരുന്ന് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മേ ബി സീരീസ് കാണുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാതേനെ ട്രിഗർ ആക്കും. ഇത് വാതേനെ മാത്രമല്ല കേട്ടോ, ഇവൻച്വലി പിത്തേനെയും ട്രിഗർ ആക്കുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. പിന്നെ ഫുഡിൽ വരികയാണെങ്കിൽ കപ്പ, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ വാതേനെ ട്രിഗർ ആക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫാക്ടേഴ്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വയറ്റിൽ ഗ്യാസ് കയറിയിരിക്കുക അങ്ങനെയൊക്കെ ഒരു ലക്ഷണങ്ങൾ പൊതുവേ ഉള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഡൈജഷൻ കുറച്ച് വീക്ക് ആണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഡയറ്റ്സും ലൈഫ് സ്റ്റൈലും ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വയറ്റിലൊരു ഗ്യാസി ഫീലിംഗ് തോന്നാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. ഓക്കെ, സോ അത് ഗ്യാസി ഫീലിംഗ് പോലെ തോന്നുന്നത് ഒരു വാത വിഷ്യേറ്റിങ്ങിൻ്റെ സിംറ്റമാണ്. ഇതിൻ്റെ കൂടെ തന്നെ പിത്തം വിഷ്യേറ്റ് ആവുകയാണെങ്കിൽ പുളിച്ചു തികട്ടുക, നെഞ്ചെരിച്ചിൽ അങ്ങനെയുള്ള സിംറ്റംസും കൂടെ അഡീഷണൽ ആയിട്ട് കാണാൻ പറ്റും. ഞാൻ എന്തായാലും പിത്ത വിഷ്യേറ്റിംഗ് ഫാക്ടേഴ്സ് പറയാം, ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗേർഡ് അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് പോലെയുള്ള കണ്ടീഷൻസിൽ വാത വിഷ്യേറ്റിംഗ് ആൻഡ് പിത്ത വിഷ്യേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് മെയിനായിട്ട് ട്രിഗറും പോസിറ്റീവ് ഫാക്ടേഴ്സുമായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ വാത വിഷ്യേറ്റിംഗ് ഫാക്ടേഴ്സ് നോക്കി, ഇനി നമുക്ക് പിത്ത വിഷ്യേറ്റിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിത്ത വിഷ്യേറ്റിംഗ് ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിത്തത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈജഷൻ, മെറ്റബോളിസം അങ്ങനെയുള്ളൊരു ഫംഗ്ഷനാണ്. ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നാച്ചുറലി ഇപ്പം നിങ്ങളുടെ ബോഡി ഒരു പിത്ത ബോഡി ടൈപ്പ് ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് പൊതുവേ കുറച്ച് ബോഡീൻ്റെ ഹീറ്റ് കൂടുതലുള്ളവരാണ്, പിത്തവാത ബോഡി ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബോഡി ഹീറ്റും കൂടുതലാണ്, അതേപോലെ നിങ്ങളൊരു ലീൻ ബോഡി ടൈപ്പ് ആണ്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഗേർഡ് അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് ഒക്കെ പോലെയുള്ള കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എസ്പെഷ്യലി നിങ്ങൾ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ട്രിഗർ ആവാനുള്ള ചാൻസസ് ഹൈ ആണ് ബാക്കിയുള്ളവരിൽ അപേക്ഷിച്ച്. ഓക്കെ, സോ പിത്ത വിഷ്യേറ്റിംഗ് ഫാക്ടേഴ്സിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ ഡയറ്ററി ഹാബിറ്റ്സിൽ വരികയാണെങ്കിൽ ഒരുപാട് എരിവ്, പുളി ഉള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ ആൽക്കഹോൾ എടുക്കാം, നമ്മുടെ അച്ചാർ, പിക്കിൾ ഐറ്റംസ് എല്ലാം, വിനെഗർ ചേർത്തിട്ടുള്ള ഐറ്റംസ്, പിന്നെ ഉഴുന്ന് പുളിപ്പിച്ചിട്ടുള്ള ഐറ്റംസ്, ഇതൊക്കെ പിത്ത വിഷ്യേറ്റിംഗ് ഫാക്ടേഴ്സിൽ പെടും. അതേപോലെ ഹാബിറ്റ്സിൽ വരികയാണെങ്കിൽ സ്മോക്കിംഗ് ഉണ്ടാവും,
പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ ഉറക്കളച്ചിരിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ട്രിഗറിങ് ഫാക്ടറാണ്. അത് പിത്ത വാത രണ്ടും വിഷയം. ഇത് കൂടാതെ ഇമോഷണൽ സൈഡ് നോക്കുകയാണെങ്കിൽ ആങ്കർ അല്ലെങ്കിൽ ദേഷ്യമാണ് പിത്തേനെ കൂടുതൽ ട്രിഗർ ആക്കുന്ന ഒരു ഫാക്ടർ. ആൻഡ് ഇതുപോലെ തന്നെ ഡൈജഷൻ ഹാമ്പറിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സും ഈ ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ ഗട്ട് ഹെൽത്തിനുള്ള എന്ത് കണ്ടീഷനെ ആണെങ്കിലും ട്രിഗർ ആക്കും. സോ ഡൈജഷൻ ഹാമ്പറിങ് എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ഇപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് സ്ട്രെങ്ത് കുറച്ച് വീക്കായിട്ടായിരിക്കും ഇരിക്കുക ഇങ്ങനെ ഓരോ ഗട്ട് ഇഷ്യൂസ് ഉള്ളപ്പോൾ. സോ ആ ടൈമിൽ നിങ്ങൾ വീണ്ടും ഡൈജഷന് കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ, അതായത് ചീസി ഗ്രീസി ആയിട്ടുള്ള ഐറ്റംസ് ലൈക്ക് ബർഗർ, ഫാസ്റ്റ് ഫുഡ് എല്ലാം അതിൽ പെടും കേട്ടോ. ബർഗർ, പിസ്സ, മയോ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ, ഷവർമ. സോ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ബി കെയർഫുൾ, മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക. ബിക്കോസ് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഹെവി ഫോർ ഡൈജഷൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ജങ്ക് ഫുഡ് ഐറ്റംസ് എല്ലാം പെടും. അതുപോലെ തന്നെ കേർഡും ഈ പറഞ്ഞ പോലെ ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൽ നമ്മൾ ഇനിഷ്യലി ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ദെൻ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാജുവലി ബട്ടർ മിൽക്കും അങ്ങനെയുള്ള മെഡിക്കേറ്റഡ് ബട്ടർ മിൽക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. സോ ഇനിഷ്യൽ ഫേസസിൽ ഈ ട്രിഗർ ഫാക്ടേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത്. നിങ്ങളിപ്പോൾ വേറെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ യു ക്യാൻ ട്രൈ അവോയ്ഡിങ് ദീസ് ട്രിഗർ ഫാക്ടേഴ്സ്. സോ നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ട്രിഗർ ഫാക്ടേഴ്സ് ആൻഡ് പോസിറ്റീവ് ഫാക്ടേഴ്സിനെ അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഹാബിറ്റ്സ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ട്രൈ ടു പ്രാക്ടീസ് ഇറ്റ്. ദെൻ ഫോളോയിങ് ആയുർവേദിക് ഡയറ്ററി റൂൾസ് ലൈക്ക് പല വീഡിയോസിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ വിൽ ട്രൈ ടു ഡു എ സെപ്പറേറ്റ് വീഡിയോ ഓൺ ദാറ്റ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് മെൻഷൻ ചെയ്യാം. അതായത് ഈ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് പ്രാക്ടീസസിൽ കുറച്ച് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ പോർഷൻ ഒരു 1/4 പോർഷൻ എംപ്റ്റി ആയിട്ട് ഇടാൻ ട്രൈ ചെയ്യുക. വയറ് ഫുള്ളായിട്ട് കഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഉടനെ റെസ്റ്റ് ചെയ്യുക, കിടക്കുക, അങ്ങനെയുള്ളതിന് പകരം കുറച്ച് നേരം ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്യുക. And then coming to a tip which you can try is നിങ്ങൾക്ക് കുറച്ച് പെരിഞ്ചീരകവും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഷുഗർ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൽക്കണ്ടം അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതായത് ഇതിനകത്ത് പെരിഞ്ചീരകം കുറച്ച് പിത്തവാത ബാലൻസിങ് ആണ്, ഷുഗർ പിത്ത ബാലൻസിങ് ആണ്. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു വാത പിത്ത ബാലൻസിങ് എഫക്റ്റ് ആണ് കിട്ടുക. സോ നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു നുള്ള്, ഒരുപാട് ഓവർഡു ചെയ്യരുത്, ഒരു നുള്ള് ഈ രണ്ടും കൂടിയുള്ളൊരു മിക്സ് ച്യൂ ചെയ്ത് കഴിക്കുക. അതിന് മീതെ സിപ്പ് ബൈ സിപ്പായിട്ട് ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ നോർമൽ വാട്ടർ സിപ്പ് ബൈ സിപ്പായിട്ട് കുടിച്ചിറക്കുക. സോ ട്രൈ ദിസ് ഫോർ 1 week. ബട്ട് നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോണ്ട് കീപ് എക്സ്പെരിമെൻറ്റിങ്, ട്രൈ ടു ഗെറ്റ് ആൻ എക്സ്പേർട്ട് ഹെൽപ്പ്. അപ്പോൾ എക്സ്പേർട്ട് ഒപ്പീനിയൻ അല്ലെങ്കിൽ കൺസൾട്ടേഷൻസ് എപ്പോഴും എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് ക്രോണിക് ആയിട്ട് ഈ ഒരു കണ്ടീഷൻ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മെഡിസിൻസ് വുഡ് ബി നെസസറി അലോങ് വിത്ത് ഡയറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഓക്കെ, സോ ആയുർവേദിക്കലി നമ്മൾ ഇനിഷ്യലി മെഡിസിൻസ് കൊടുക്കുന്നുണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഡയറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എല്ലാം പറഞ്ഞു തരുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ യൂഷ്വലി എൻഡ് ചെയ്യുക ഒരു റെജുവിനേറ്റീവ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റിലൂടെയാണ് മോസ്റ്റ്ലി എൻഡ് ചെയ്യുക. സോ ദാറ്റ് ഇത് വീണ്ടും റിക്കർ ചെയ്ത് വരാനുള്ള ചാൻസസ് കുറവായിരിക്കും. പക്ഷെ അതിന് കൂടെ തന്നെ നമ്മൾ സെഷൻസിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡയറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഹാബിറ്റ് ചേഞ്ചസ് അത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. കാരണം ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഉള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ബോഡി ടൈപ്പിന് സൂറ്റബിൾ അല്ലാത്ത രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കുക, ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഗേർഡിൽ ഞാൻ പറഞ്ഞ പോലെ പിത്തവാത ബോഡി ടൈപ്സിനാണ് കൂടുതലായിട്ട് ഗേർഡ് പോലെയുള്ള കണ്ടീഷൻസ് പെട്ടെന്ന് വരിക. അതായത് ഓക്കെ, ഞാനത് കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല ബിക്കോസ് ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് ടോപ്പിക്. നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ യാ, ഇത്രയൊക്കെയാണ് എന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇഫ് യു വാണ്ട് ടു അവൈൽ ആയുർവേദിക് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടേഷൻ ഫ്രം us, you can book an appointment in the link shared below, where we would be educating and you about habits, lifestyle, dietary changes along with Ayurvedic medications, so that eventually maybe ഒരു few months കഴിയുമ്പോൾ നിങ്ങൾ ഡിസീസിന് നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യാവുന്ന ഒരു സ്റ്റേജിലേക്ക്
കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ബോഡീനെ നമ്മൾ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നമ്മളുടെ കണ്ടീഷൻസ് നമുക്ക് തന്നെ ഒരു പരിധി വരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക, നമ്മുടെ ബോഡി ടൈപ്പിനനുസരിച്ചിട്ട് എങ്ങനെ ഫുഡ് കഴിക്കണം, നമ്മുടെ ഡിസീസ് കണ്ടീഷനനുസരിച്ചിട്ട് എങ്ങനെ ഫുഡ് കഴിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ട്രിഗർ ഫാക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. And yeah, that's it about today's video. And നിങ്ങൾക്ക് ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ please do like, share and subscribe. And thanks for watching. So see you with next video. Bye bye.